അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഉണ്ണിത്തണ്ടും ചെറുപയറും കൂടെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരു ഉണ്ണിത്തണ്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 പീസ് ചെറിയ ഉള്ളിയാണ്. ഇതാണ് ചെറുപയർ കേട്ടോ. 100 ഉള്ളൂ. പക്ഷേ ആ കഷ്ണം അതേ അത്ര മതിയല്ല. അപ്പോൾ അതിലേക്കുള്ള ചെറുപയറുണ്ടത്. പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇലയും ഒരു 4 പച്ചമുളകും 4 ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളിയും 1 സ്പൂണ് ചെറിയ ജീരകവും പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ. ഒരു അരമുറി തേങ്ങ ഉണ്ട്, അതും കൂടിയാണ്. ഇതെല്ലാതും കൂടെ നമുക്കൊന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ചെറുപയറൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഉണ്ണിത്തണ്ട് കൂടെ വേവിച്ചാൽ ചെറുപയർ വേവ് വെക്കൂല. അപ്പോൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കട്ടെ. കേകി ഞാൻ ചെറുപയർ നല്ല വേവിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ണിത്തണ്ട് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ മുറിച്ച് കഴുകി ഊറ്റി വെച്ചാട്ടാ, അതിൻ്റെ വെള്ളം വാരാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ തേങ്ങ ഞാനിങ്ങനെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയും ജീരകം കൂടെ അരച്ച് വെച്ചാൽ നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് കടുക് ആദ്യം പൊട്ടിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. ഉണ്ണിത്തണ്ട് അരിഞ്ഞുണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ, അല്ല വേറൊന്നുമില്ല. വേറെ സാധനമൊക്കെ ആയിക്കിട്ടും നമുക്ക്. അപ്പം നമുക്ക് ഈ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. എൻ്റെ കയ്യിൽ ഉണക്കമുളകില്ല, അതുകൊണ്ടാണ്. ഉണക്കമുളക് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ഇതൊക്കെ എണ്ണയൊക്കെ ഇടുന്നതാകുമ്പോഴേ വഴറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല രുചിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ്. ഇതിലേക്ക് മുതിര, മമ്പയറും പിന്നെ ചമ്മന്തി മാത്രം പൊടിച്ചിട്ടിട്ടും ഉണ്ടാക്കൂട്ടാ. അപ്പം ഞാൻ ചെറുപയർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്കുള്ള ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മൂടിയിട്ടാണ് അത് കത്തിച്ച് കൊടുത്താൽ ഉണ്ണിത്തണ്ടൊന്ന് വെന്തോളും. ഓവറായിട്ട് വേവൊന്നുമില്ല, അത്യാവശ്യം വേവന്നെ ഉള്ളൂ. ഒരുവിധം 3/4 വേവ് വെന്തതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ ചെറുപയർ വേവിച്ചതും ചമ്മന്തി പൊടിച്ചതും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാണ്ട് കേട്ടോ. അല്ല, ഉപ്പല്ല, മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ വയറിനൊക്കെ നല്ല സാധനമാണിത്. നമ്മൾ പിന്നെ കല്ലിനും ഒക്കെ നല്ലതാണിത്. കല്ലുരുകി പോകുന്നൊക്കെയാണ് പറയുന്നത്. ഉണ്ണിത്തണ്ടിൻ്റെ നീര് കുടിച്ചാൽ കല്ലിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഇത് ആൾക്കാർക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റൂലത്. പക്ഷേ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പല രോഗങ്ങൾക്കും, നമുക്ക് വയർ സംബന്ധമായിട്ട് പല രോഗങ്ങൾക്കും നല്ല. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. നമുക്കൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇട്ടാൽ ഒരു കളർ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ മഞ്ഞൾ എപ്പോഴും നല്ലതല്ലേ. നമുക്കിതെല്ലാതും കൂടെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇതിലെങ്ങനെയായാലും വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ ഒന്ന് വറ്റി ചെയ്തോട്ടെ. അതുകൊണ്ട് ഒന്നിങ്ങനെ കത്തിച്ച് കൊടുത്താൽ നല്ല വേവലുമായി, വെള്ളം വറ്റലുമായി. നമുക്കൊന്നും കൂടെ മൂടിയിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി മറിച്ച് ഇങ്ങനെ നോക്കണം. അപ്പോഴേ ഇതെല്ലായിടത്തും ഇങ്ങനെ ഇതാവുള്ളൂ. ഇതിങ്ങനെ ഒരു ഭാഗം തന്നെ ആണ്ടല്ലോ. പിന്നെ നമ്മൾ കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആ സാധനമല്ല ഇത്. അങ്ങനെ വെച്ചാൽ തന്നെ നല്ല വെന്ത് കിട്ടുന്നത്. എല്ലാ വീട്ടുകളിലും വാഴ ഉണ്ടാവുമല്ലോ അല്ലേ. വാഴ കുലച്ച് പിന്നെ ഉണ്ണിത്തണ്ടൊക്കെ ഉണ്ടാവും. ഉണ്ണിക്കൂമ്പ് എടുക്കാൻ ഇപ്പോൾ ഒരു പേടിയില്ലേ. വവ്വാലിൻ്റെ ഇത് പറഞ്ഞേക്കുമ്പോഴേ ഒരു പേടിയാണ് എന്താവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറുപയർ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ
ഉണ്ണിത്തണ്ട് മുക്കാൽ വേവുമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും പിന്നെ തേങ്ങയൊക്കെ പാടി നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് കേട്ടോ. ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ ഇതൊന്നും ഉണ്ടായാൽ മതി. എന്നാൽ പിന്നെ കറി വേണമെന്നൊന്നുമില്ല. ഇതന്നെ ചോറ്റിൽ കൂട്ടി കുഴച്ചാണ്ട് ചോറ് കഴിക്കട്ടോ. നമ്മൾ ചമ്മന്തിയൊക്കെ നല്ല പച്ചമുളകൊക്കെ ഇട്ട് അരച്ച് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ എരിവും ഇതൊക്കെ ഉണ്ടാവും നല്ല. അപ്പോൾ ചോറ്റുകൊക്കെ രസമാണ് ഇത് കൂട്ടാൻ. ഇത് ചായൻ്റെ കടിയൊക്കെ രസമാട്ടോ. വൈകുന്നേരമൊക്കെ നമ്മളിങ്ങനെ ഇത് ചാടിക്കുമ്പോഴൊക്കെ ചായക്കൊക്കെ കൂട്ടാനൊക്കെ നല്ലൊരു ടേസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. വെറുതെ നമ്മളെ പറമ്പിലുള്ള സാധനം വെട്ടി ഒഴിവാക്കി കളയണ്ടല്ലോ. വിഷങ്ങളൊന്നും ഇല്ലാത്ത ഇതൊക്കെയാണ് നമുക്ക് നല്ല ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെയാണ് നമ്മളെ ശരീരത്തിന് കൊടുക്കേണ്ടത്. ഇതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ ഉണ്ണിത്തണ്ട് ഇതൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഇളക്കട്ടെ. ഉപ്പ് എല്ലായിടത്തൊന്ന് ആയിക്കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതാണ് നമ്മളെ ഉണ്ണിത്തണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.